പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾ തുടരുകയാണ്. അതായത് രണ്ടാമത് ഇറാൻ അമേരിക്ക പരോക്ഷ ചർച്ച ചൊവ്വാഴ്ച ജനീവയിൽ നടക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആദ്യഘട്ട ചർച്ചകൾ നേരത്തെ നടന്നിരുന്നു, മസ്കത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട്. അപ്പോൾ US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് വാർത്താ ഏജൻസിയാണ് ചൊവ്വാഴ്ച രണ്ടാം ഘട്ട ചർച്ചകൾ നടക്കും എന്നുള്ള വാർത്ത പുറത്തുവിട്ടത്. ഒമാൻ വിദേശകാര്യ മന്ത്രിയായിരിക്കും ഇക്കുറിയും പരോക്ഷ ചർച്ചയുടെ ഇടനിലക്കാരനെന്നറിയുന്നു. അതിനിടെ ഇറാന് യുറേനിയം സമ്പുഷ്ടീകരണം വേണ്ടതില്ലെന്നും ഭരണമാറ്റം അനിവാര്യമെന്നും ട്രംപ് പറയുന്നു. ഇറാനെ ലക്ഷ്യമിട്ട് ഗൾഫിലേക്ക് മറ്റൊരു കൂറ്റൻ വിമാനവാഹിനി കപ്പലും അമേരിക്ക അയച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾക്കായി പോകാം. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, ഗുഡ് മോർണിംഗ്. ഒരു വശത്ത് സമ്മർദ്ദം, ഭീഷണി, മറുവശത്ത് ഒരു പരോക്ഷ ചർച്ചയിലേക്ക് ഇറാനെ എത്തിക്കുക എന്നുള്ളൊരു തന്ത്രം അമേരിക്ക പയറ്റുമ്പോൾ ഈ രണ്ടാം ഘട്ട ചർച്ച, അതും പരോക്ഷ ചർച്ചയാണ്, നേരിട്ടുള്ളതല്ല എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ എത്രത്തോളം പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടതുണ്ട് രണ്ടാം ഘട്ട ചർച്ചയിലും? എന്തായാലും രണ്ടാം ഘട്ട ചർച്ച നടക്കുന്നു എന്നുള്ളത് പശ്ചിമേഷ്യയിൽ ഒരു സമാധാനത്തിന്റെ പുതിയ പ്രതീക്ഷകൾ നൽകുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ചർച്ചയുടെ ഫലത്തെക്കുറിച്ച് ഇപ്പോഴും ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് ഇപ്പോൾ അമേരിക്ക പുലർത്തി വരുന്നത്. കാരണം 9 ദിവസം മുമ്പ് മസ്കത്തിൽ ആദ്യവട്ട പരോക്ഷ ചർച്ച നടന്നു. ആ ചർച്ച വിജയകരമായിരുന്നു എന്ന് അന്ന് ട്രംപും അതോടൊപ്പം തന്നെ ഇറാനും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ 9 ദിവസം പിന്നിട്ടാണ് ഇപ്പോൾ ജനീവയിലേക്ക് ചർച്ച മാറുന്നത്. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അല്പം മുമ്പ് വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത, നിരവധി സന്ദേശങ്ങൾ ഒമാൻ വിദേശകാര്യമന്ത്രിക്ക് പശ്ചിമേഷ്യൻ അമേരിക്കയുടെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. ഇറാനുള്ള ആ സന്ദേശങ്ങളാണ് കൈമാറിയിരിക്കുന്നത്. അത്തരം എന്തൊക്കെ കാര്യങ്ങളാണ് ആ സന്ദേശങ്ങളിൽ ഉൾപ്പെട്ടത് എന്ന കാര്യം ഒരുപക്ഷെ അടുത്ത മണിക്കൂറിലായിരിക്കും വെളിപ്പെടാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അല്പം മുമ്പ് ഇന്ന് രാത്രി തന്നെ ട്രംപ് നടത്തിയിരിക്കുന്ന പ്രതികരണത്തിൽ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഭരണമാറ്റമാണ് എല്ലാ നിലയ്ക്കും ഇറാനിൽ നല്ലത് എന്ന്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, പകരം ആര് വരുമെന്ന്. അതിനൊക്കെ ആളുകൾ ഉണ്ട് എന്നുകൂടി ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം നേരത്തെ തന്നെ താൻ ആ പദ്ധതി തകർത്തതാണ്. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ ആവശ്യകത തന്നെ ഉദിക്കുന്നില്ല എന്നുകൂടി വ്യക്തമാക്കുന്നു. അതായത് ഒരു ഭാഗത്ത് നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ നയതന്ത്ര ചർച്ചയുടെ ഒരു വഴി തുറന്നിടുന്നു. പക്ഷേ മറുഭാഗത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സൈനിക നടപടിയുടെ കൃത്യമായിട്ടുള്ള സൂചനകളും അമേരിക്കൻ നേതൃത്വം നൽകി വരികയാണ്. കാരണം അതിന്റെ ഭാഗമായിട്ടാണ് ജെറാൾഡ് ആർഫോർഡ് എന്ന പുതിയ ഒരു വിമാനവാഹിനി കപ്പൽ കൂടി ഗൾഫിലേക്ക് അയക്കാനുള്ള തീരുമാനം ഇന്നലെ ട്രംപ് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചത്. ഇതിനു പുറമെ നിരവധി പോർവിമാനങ്ങളും മറ്റ് യുദ്ധസന്നാഹങ്ങളും മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പം വളരെ സൈനികമായിട്ടുള്ള സമ്മർദ്ദം ശക്തമാക്കി നിലനിർത്തിക്കൊണ്ട് ഒരു ചർച്ചയിലേക്ക് ഇറാനെ പ്രേരിപ്പിക്കുക എന്നതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇറാൻ വളരെ കൃത്യമായി തന്നെ ഇന്നലെയും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ആണവ പദ്ധതിക്കപ്പുറത്ത് മറ്റൊരു കാര്യവും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. ആണവ പദ്ധതി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണമെന്ന നിർദ്ദേശവും തങ്ങൾ തള്ളുന്നതായിട്ട് ഇറാൻ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് രാജ്യങ്ങളും ഇറാനും അമേരിക്കയും ശക്തമായിട്ടുള്ള തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കെ ഈ ജനീവയിൽ നടക്കാൻ പോകുന്ന ഒരുപക്ഷെ ചൊവ്വാഴ്ച നടന്നേക്കാവുന്ന ആ ചർച്ച എത്ര കണ്ട് വിജയിക്കും എന്ന ചോദ്യമായിരിക്കും ഒരുപക്ഷെ ഗൾഫിന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ ഏറ്റവും നിർണായകമായി മാറുക.